ഇതെൻ്റെ ഹെൽത്തി ആയിട്ട് നിന്നിരുന്ന ഒരു ബ്ലാക്ക് സീസി പ്ലാന്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ കുറച്ച് മോശമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പോട്ടി മിക്സിങ് തന്നെയാണ് തോന്നുന്നു കേട്ടോ. കാരണം നല്ലോണം ഹാർഡായിട്ടുണ്ട് പോട്ടി മിക്സിങ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റി നട്ട് കൊടുക്കുകയും വേണം. അതേപോലെ തന്നെ ഇതിലൊരു കുഞ്ഞൻ തൈകൾ നിൽപ്പുണ്ടല്ലോ, അതാണ് നമ്മുടെ അടീനിയത്തിൻ്റെ സീഡ്സ് മുളച്ചതാണ് കേട്ടോ. അടീനിയത്തിൻ്റെ സീഡ് വെറുതെ ഇതിലിട്ട് കൊടുത്തതായിരുന്നു. നന്നായിട്ട് തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറിയ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് മാറ്റി കൊടുത്ത് നമുക്ക് വേറെ പോട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. അതേപോലെ നമ്മുടെ സി പ്ലാന്റിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു സിയിൽ നിന്ന് നിറയെ ഞാൻ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി ലീവ്സൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ സക്സസ് ആയിട്ട് തന്നെ കിട്ടി. കുറേ പ്ലാന്റ്സ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരൊറ്റ പ്ലാന്റിൽ നിന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കിഴങ്ങ് വേണമെങ്കിൽ പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് വേറെ മാറ്റി നടാം. ഞാനിത് ഇതുപോലെ തന്നെ നട്ടുവെക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം ഒരു മദർ പ്ലാന്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇതിൽ അടിയിൽ ഞാൻ കരിയിലേക്ക് ഇട്ടിട്ടാണ് നട്ടിരുന്നത് കേട്ടോ. പക്ഷേ ഒന്നും നമുക്ക് ലൂസായിട്ടുള്ള പോട്ടി മിക്സിങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് മണലും അതേപോലെ കൊക്കോപീറ്റും നമ്മുടെ കമ്പോസ്റ്റൊക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇതിൽ പോട്ടി മിക്സിങ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. 3/4 ഭാഗം പോട്ടി മിക്സിങ് ചേർത്തിട്ട് ബാക്കി നമ്മുടെ പ്ലാന്റ് വെച്ച് കൊടുത്തു. കാരണം നല്ല റൂട്ടും കിഴങ്ങൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള പോട്ടി മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നനച്ച് ഫ്രഷാക്കി എടുത്തു. ലീഫിലുള്ള പൊടിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എങ്കിലും ഇത് ബുഷായിട്ട് വന്നാൽ മതി എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.